പ്രിയമുള്ളവരെ, മാധവിക്കുട്ടിയുടെ നെയ്പായസം വായിച്ചിങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 10-11 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടു മറന്ന, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചു തന്ന, ഇപ്പോഴും മനസ്സിൽ പച്ചയായി നിൽക്കുന്ന ഒരു അനുഭവ കഥയുണ്ട്. ആ അനുഭവ കഥ നിങ്ങളിൽ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു തരണമെന്ന് എനിക്കൊരു മോഹം. കാരണം അതും ദാരിദ്ര്യത്തിൻ്റെ ഗന്ധമുള്ള ഒരു നല്ല മനോഹരമായ വേഷം മാറലിൻ്റെ കഥയാണ്. അപ്പോൾ ആ കഥ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരണമെന്ന് തോന്നിയപ്പോൾ അതൊന്ന് കുറിച്ചിടണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറിച്ചിട്ടു. ഞാനൊരു കഥാരൂപത്തിൽ കുറിച്ചിട്ടു. അത് വായിക്കാൻ പോവുകയാണ്. എല്ലാവരും കേൾക്കണം. കാരണം ഒരു കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു കഥ, ദാരിദ്ര്യം മണക്കുന്ന ഒരു കഥയാണത്. അതിലെ ഒരു കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദച്ചുവേച്ചി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുഞ്ചിരിയിൽ എല്ലാ വേദനയും മനുഷ്യനെ മറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വെളുത്ത് മെലിഞ്ഞ് വെള്ളമുണ്ടും ഒരു ബ്ലൗസും പല്ല് സ്വല്പം മുമ്പോട്ട് തള്ളി കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത നല്ലൊരു ചിരിയുടെ ഉടമയാണവർ. അപ്പോൾ അവരെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മ വരും, നമ്മളെല്ലാം ഒരു പ്രാർത്ഥന പാടാറില്ലേ? എരിയുന്ന തീയിലും കുളിരേകാനറും ചിരിയൊന്നു മാത്രം മതി. കഥ കൃഷ്ണ ഭഗവാന് കൊടുക്കുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് ചിരി കണ്ടാൽ വേദന മാറുമെന്ന്. അതുപോലത്തെ ഒരു കഥാപാത്രമാണ് ദച്ചുവേച്ചി. പിന്നെ കുമാരൻ, പിന്നെ കുറേ കുഞ്ഞുമക്കൾ. അങ്ങനെയുള്ള ഒരു വീട്ടിലെ ഒരു കഥയാണ് നിങ്ങളോട് ഞാൻ അവതരിക്കാൻ പോകുന്നത്. അത് ഇങ്ങനെ കേൾക്കണം. അതെൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. മെലിഞ്ഞ് ശോഷിച്ച് 6 അടി പൊക്കമുള്ള വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച മുൻപോട്ടൽപ്പം കുനിഞ്ഞു നടക്കുന്ന കുമാരൻ കണ്ണിൽ കത്തുന്ന തീജ്വാലയുമായി ഓടി വീട്ടിൻ്റെ തിണ്ണയിലേക്ക്, കോലായിലേക്ക് കയറി വന്ന ഉടനെ അയാൾ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു, ദച്ചുവേച്ചി. അപ്പോൾ ദച്ചുവേച്ചി അടുക്കളയിൽ നിൽക്കുമായിരുന്നു. ദച്ചുവേച്ചി അടുക്കളയിൽ നിന്നും പുറത്ത് വരുന്നതിന് മുമ്പ് വീണ്ടും അയാൾ കോപത്തോടെ വിളിച്ചു, ദച്ചുവേച്ചി ഓനേടയാ. അപ്പോൾ ദച്ചുവേച്ചിക്ക് കാര്യം പിടികിട്ടി. ഇന്നും പുട്ടിലെ തേങ്ങ, 2 വശത്തും പുട്ടിലെ തേങ്ങ കള്ളൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന് ദച്ചുവേച്ചിക്ക് കാര്യം പിടികിട്ടി. ദച്ചുവേച്ചി ചിരിച്ചുകൊണ്ട് മുമ്പശത്തേക്ക് വന്നു. എന്നിട്ട് കുമാരൻ ചോദിച്ചു, ദച്ചുവേച്ചി നിങ്ങളെന്താ തമാശ കാണിക്കുകയാണോ? അപ്പോൾ ദച്ചുവേച്ചി ചോദിച്ചു, എന്താടാ ഉറഞ്ഞു തുള്ളാതെ കോലം കെട്ടാതെ കാര്യം എന്തെന്ന് പറ എന്ന് ചോദിച്ചപ്പോൾ കുമാരൻ അവനെ പിടിക്കാനായി അടുക്കളയിലേക്ക് ഓടി. ഈ അവൻ ആരാണെന്ന് വെച്ചാൽ ഒരു 8 വയസ്സുകാരനായ വിനോദൻ. അവൻ അടുക്കളയിൽ കുമാരൻ കൊച്ചച്ഛൻ്റെ ആ ഒരു വിളി കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു. അരനിക്കറാണ്, കീറിയ നിക്കറാണ്. ദാരിദ്ര്യം കൊണ്ട് അതിനകത്ത് വേറൊന്നും ഉടുക്കാനില്ലാത്തത് കൊണ്ടും അത് അലക്കി മാറ്റാനുള്ള ഒരു സംവിധാനമില്ലാത്തതുകൊണ്ടും മുഷിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ബട്ടണെല്ലാം പോയി കിടക്കുകയാണ്. അങ്ങനെ അത് ഇങ്ങനെ വയറിലേക്ക് മുറുക്കി കൂടെ ഉടുക്കുന്ന സ്വഭാവമുള്ളതാണ് വിനോദൻ പേടിച്ച് അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. കുമാരൻ ഓടി അവൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചിഴച്ച് കോലായിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടി ദച്ചുവേച്ചിയെ ഒന്ന് നോക്കി. സ്നേഹാർദ്രമായ ആ ഒരു നോട്ടം ദച്ചുവേച്ചി അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് കുമാരനടുത്ത് പറഞ്ഞു, എന്താടാ കുമാരാ, ഓന് പൈച്ചിട്ടല്ലേ, അത് തിന്നുപോയി, നീ എന്തിനാ അടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കുമാരൻ ഐസ് പോലെ ഒരുങ്ങിപ്പോയി. നിന്നിടത്തുനിന്ന് ഒരുങ്ങിപ്പോയി. ദച്ചുവേച്ചി പറഞ്ഞു, അതറിയുന്നുണ്ടല്ലേ ഞാൻ ആ പുട്ടിൻ്റെ പാത്രത്തിൽ ലേശം തേങ്ങ ആവിയിൽ വേവിച്ച് ഒരു പൊതിയാക്കി വെച്ചത്, നീ എന്താടാ അത് കണ്ടില്ലേ? കുമാരൻ അതും കൂടി കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. വന്ന ദേഷ്യമെല്ലാം കോപമെല്ലാം മാറ്റി കുമാരൻ പീടികയിലേക്ക് നടന്നുപോയി. വിനോദൻ ദച്ചുവേച്ചിയുടെ മുണ്ടിൻ്റെ കൊന്തലിൽ തൂങ്ങി. അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ കുമാരൻ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ കുമാരൻ ആ പുട്ടിൻ്റെ പാത്രം തുറന്നു നോക്കിയപ്പോൾ ശരിയാണ്, ദച്ചുവേച്ചി പറഞ്ഞ ആ തേങ്ങയുടെ പൊതി അവിടെ ഉണ്ടായിരുന്നു. കുമാരന് വിനോദനോട് വല്ലാത്ത വേദനയോ വിഷമമോ സങ്കടമോ ഒക്കെ തോന്നി. അങ്ങനെ കുമാരൻ ഒരു കാര്യം ചെയ്തു. പുട്ടിന് കുറ്റം പറഞ്ഞ കോരേട്ടനോട് പറഞ്ഞു, കോരേട്ട ക്ഷമിക്ക്, പുട്ടിന് തേങ്ങയിടാൻ ദച്ചുവേച്ചി മറന്നുപോയതാണെന്ന് പറഞ്ഞ് അയാൾക്ക് പുട്ടെല്ലാം കൊടുത്തു. അപ്പോൾ ഈ കുമാരന് ചായപ്പീടിയായിരുന്നു, ചെറിയൊരു ചായപ്പീടിക. രാവിലെ പുട്ടും കടലയും, പിന്നെ കട്ടൻ കാപ്പിയല്ല, അവിടെ കപ്പി എന്ന് പറയും,
കാപ്പിയും കൊടുക്കും, ചായ വേണ്ടുന്നവർക്ക് ചായയും കൊടുക്കും. അപ്പോൾ കാപ്പി കുടിക്കാൻ വന്ന കോരേട്ടൻ പുട്ട് ചോദിച്ച് പുട്ട് കിട്ടിയപ്പോൾ പുട്ടിൻ്റെ രണ്ടറ്റത്തും തേങ്ങയില്ലായിരുന്നു. അതുകൊണ്ടാണ് കുമാരൻ ഓടിച്ചെന്ന് വീട്ടിലേക്ക് പോയത്. അപ്പോൾ പീടികയിൽ ചെന്ന് പുട്ടിൻ്റെ പാത്രം നോക്കിയപ്പോൾ അത് കണ്ടു. ഒരു ചെറിയ പൊതിയിൽ തേങ്ങ ആവി കയറ്റിയിരിക്കുന്നു. കുമാരൻ വേദനയോടെ ആലോചിച്ചു, ഞാൻ വെറുതെ ആ ചെക്കനെ കലമ്പാൻ പോയല്ലോ എന്ന് വിചാരിച്ചു. ഇനി അനുഭവം പറയാം. ഈ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ദച്ചേച്ചിയുടെ ആ കുടുംബത്തിൽ ഏകദേശം അച്ഛനും അമ്മയും മക്കളും പേരക്കുട്ടികളും ഒക്കെയായി ഒരു 10-18 പേരുണ്ട്. ആ 18 പേർക്കും ഈ ദച്ചേച്ചിയാണ് ആശ്രയവും അഭയവും. ബാക്കി അവരുടെ അമ്മയെല്ലാം വയസ്സായിരിക്കണം, അതെല്ലാം അങ്ങനെയല്ല. ദച്ചേച്ചിയാണ് അവിടുത്തെ എല്ലാ കൺട്രോളും നടത്തുന്നത്. ആ പട്ടിണിയുടെ പരിവട്ടത്തിൽ എല്ലാം വെച്ചും വേവിച്ചും ഓരോരുത്തർക്കും കൃത്യമായി പങ്കുവെച്ച് കൊടുക്കുന്നത് ദച്ചേച്ചിയാണ്. ഇപ്പോൾ രാവിലെ അവർ ഈ പീടികയിൽ കൊണ്ടുപോകും. കുമാരന് ഒരു ചായപ്പീടിക, ഈ ചായപ്പീടികയിൽ പുട്ട് കൊണ്ടുപോകണം. അപ്പോൾ ദച്ചേച്ചി അരിയെല്ലാം കുതിർത്ത് ഇടിച്ച് നല്ലപോലെ വറുത്ത് തേങ്ങയെല്ലാം നല്ല നാടൻ തേങ്ങയാണ്, അതെല്ലാം ഇട്ട് നല്ല മണമുള്ള പുട്ടുണ്ടാക്കി ഒരു ചെറിയ കൊട്ടയിലാക്കി വിനോദൻ്റെ കയ്യിൽ കൊടുക്കും. വിനോദൻ എന്ന് പറയുന്ന കുട്ടി 8 വയസ്സുള്ള കുട്ടിയാണ്. അവൻ ഈ പുട്ടും കൊണ്ട് വളരെ സന്തോഷത്തോടെ പീടികയിലേക്ക് നടന്നു പോകും. അപ്പോൾ അവിടെ ഒരു സർവേ കുറ്റിക്കല്ലുണ്ട്. അപ്പോൾ ആ ഇടവഴിയിലെ സർവേ കുറ്റിക്കല്ലിൽ വിനോദൻ കുറേ നേരം ഇരിക്കും. എന്നിട്ട് ഈ പുട്ടിൻ്റെ രണ്ടറ്റത്തെ തേങ്ങയും കുറേ നേരം ഇങ്ങനെ വാരി തിന്ന് ആകാശം നോക്കി സുഖിച്ചങ്ങനെ ഇരിക്കും. കാര്യം വിശപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇത് വാരി തിന്നുന്നത്. വീട്ടിൽ രാവിലെ പ്രാതലിന് ഒന്നും ഉണ്ടാവുകയില്ല. ഈ പുട്ടുണ്ടാക്കുന്നതെല്ലാം പീടികയിലേക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കൊടുത്ത് വിനോദൻ തിരിച്ചു വന്നാൽ ദച്ചേച്ചി ഒരു ചെറിയ കഷ്ണം പുട്ടെടുത്ത് ഒരു പാത്രത്തിലിട്ട് തേങ്ങയും ഞെരടി, അപ്പോഴേക്കും കുഞ്ഞുമക്കളെല്ലാം ദച്ചേച്ചിക്ക് ചുറ്റും അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ദച്ചേച്ചി അതെല്ലാം കൂടെ ഒന്ന് ഞവിടി ഇങ്ങനെ കുഴച്ച് ഓരോ ചെറിയ ഉരുടയാക്കി എല്ലാവരുടെയും വായിലേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ട് ഈ ചൂണ്ടുവിരൽ കൊണ്ട് നാക്കിലോട്ടം നമുക്കും അമർത്തിയേക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു വല്ലാത്ത സുഖമാണ്. ദച്ചേച്ചി പുട്ട് കുറച്ച് കൊടുത്താലും നാക്കിന് അമർത്തൽ കിട്ടിയില്ലെങ്കിൽ പിള്ളേർ പറയും, അയ്യോ ദച്ചേച്ചി, അല്ലെങ്കിൽ ദച്ചമ്മ, അല്ലെങ്കിൽ ദച്ചമ്മ, ഇങ്ങനെ ഓരോരുത്തരും ഓരോ വിളിച്ചു പറയും, എൻ്റെ നാവിലെന്താ തൊടാഞ്ഞെന്ന്. അത്രമാത്രം സ്നേഹമായിരുന്നു ആ ചുണ്ടുവിരലിൻ്റെ തൊടലിന്. അങ്ങനെ അവരെല്ലാം ഈ പുട്ട് തിന്നും. എന്നിട്ട് എന്തെങ്കിലും വെള്ളമോ കുറച്ച് ചായയൊക്കെ കുടിച്ചാണ് അവരുടെ രാവിലത്തെ ആഹാരം. അങ്ങനെ സ്വഭാവം ഉള്ളത് കൊണ്ട് അവർക്ക് ആരും പരാതിയും പരിഭവവും ഒന്നുമില്ല. എനിക്കത് അറിയാൻ പറ്റിയതെന്തെന്ന് വെച്ചാൽ, ഞാനും ഈ വല്ലപ്പോഴൊക്കെ ദച്ചേച്ചിയുടെ പുട്ടിൻ്റെ രുചി അറിയാൻ എൻ്റെ അമ്മ കാണാതെ പോകും. ദച്ചേച്ചി എൻ്റെ വായിലും വെച്ച് തരും, എൻ്റെ നാക്കിലും സ്നേഹത്തോടെ ഒന്ന് തൊടും. ആ അനുഭവം എൻ്റെ മനസ്സിൽ, ആ ഒരു സുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ദച്ചേച്ചിയുടെ ചിരി കൃഷ്ണ ഭഗവാന്റെ ചിരി തന്നെയാണ്. ആ ചിരി ഇപ്പോഴും മങ്ങാതെ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ ആ പുട്ടെല്ലാം വിറ്റ് തീരുന്ന ആ പൈസ എടുത്തിട്ട് അരി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവരുടെ വീട്ടിൽ ഉച്ചക്കത്തെ ആഹാരം ഉണ്ടാക്കുന്നത്. അത്രയും ദാരിദ്ര്യമായാൽ പോലും ദച്ചേച്ചിയുടെ സ്നേഹം പ്രണമിക്കേണ്ടത് തന്നെയാണ്. ആ ദച്ചേച്ചിയെയും കുമാരനെയും എല്ലാം ഇങ്ങനെ മനസ്സിലോർത്തപ്പോൾ എനിക്ക് തോന്നി അവരുടെ കഥയൊന്ന് നിങ്ങളിലേക്ക് എത്തി. കാരണം അത് ഒരു ദാരിദ്ര്യത്തിൻ്റെ മണമുള്ള മനോഹരമായ ഒരു കഥയാണ്. ആ കഥയെല്ലാം ഒരു അനുഭവമാണ്, ഞാൻ കണ്ടതാണ്, എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞൊരു അനുഭവമാണത്. അതിങ്ങനെ പറയാനൊരവസരം എൻ്റെ വീഡിയോയിലൂടെ കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ദച്ചേച്ചിയോ കുമാരനോ എന്തിനു പറയണം, കുഞ്ഞ് വിനോദൻ പോലും ഇല്ലാതായിരിക്കുന്നു. അവർക്കെല്ലാം ഒരു പ്രണാമം അർപ്പിക്കാൻ, ഒന്നല്ല ഒരു കോടി പ്രണാമം അർപ്പിക്കാൻ എനിക്ക് ഈ അവസരം കിട്ടിയതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ദച്ചേച്ചി ഒരു വല്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു അഭൗമമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് ഈസ് എ മാഗ്നിഫിഷ്യൻറ്റ് ഡിവൈൻ ഫീലിംഗ്. അതെ, അത് തന്നെയായിരുന്നു ദച്ചേച്ചി, മാഗ്നിഫിഷ്യൻറ്റ് ഡിവൈൻ ഫീലിംഗ്. കണ്ടവർക്കെല്ലാം തൊടുന്നവർക്കെല്ലാം തൻ്റെ ചുണ്ടുവിരലിലൂടെ നാക്കിൽ വെച്ച് കൊടുക്കുന്ന ദച്ചേച്ചിക്ക് പ്രണാമം. കുഞ്ഞ് വിനോദനും കുമാരനും എല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം. കാരണം നിങ്ങളെല്ലാം എൻ്റെ സ്നേഹത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. നിങ്ങൾക്ക് നമസ്കാരം പറയാൻ ഒരവസരം കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി എന്നൊരു തോന്നൽ. നന്ദി, നമസ്കാരം.